മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്തതായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഡയമണ്ട് ലൈഫ്സിൽ പുതുതായി വന്നൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ പാലിക്കേണ്ട 5 സ്റ്റെപ്പുകളുണ്ട്. ഈ 5 ബേസിക് സ്റ്റെപ്സുകൾ നിങ്ങൾ ചെയ്താൽ മാത്രമേ ഒരു ബിഗിനറിന് കിട്ടേണ്ട വരുമാനം നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അതിൽ ഒന്ന് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ്സ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ പ്രൊഡക്ട്സ് ആർക്കെല്ലാം കൊടുക്കുക, അവരുടെ ഒരു ലിസ്റ്റ് നിങ്ങൾ ബിൽഡ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്ന സ്റ്റെപ്പ് നമ്പർ 1 ലിസ്റ്റ് ബിൽഡിംഗ് ആണ്. നിങ്ങളുടെ ഫോൺ കോൺടാക്ട്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, ചുരുങ്ങിയതൊരു വ്യക്തിയുടെ കോൺടാക്ട്സ് എന്ന് പറഞ്ഞാൽ 3000-ലേറെ ആളുകളുണ്ടാവും. അതിൽ നിന്ന് നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി ഒരു സമയം സ്പെൻഡ് ചെയ്യുന്ന കുറച്ച് പേരുടെ പേര്, ഫോൺ നമ്പർ നിങ്ങളുടെ ഡയറിയിലേക്ക് മാറ്റി എഴുതുക. ശേഷം നിങ്ങൾ അവരെ വിളിക്കുകയും ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കുകയും ചെയ്യുക. അപ്പോയിൻമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ പറഞ്ഞ സമയത്ത് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടീവ് ലീഡറിനെയും കൂടി എന്ത് ചെയ്യാം, കൊണ്ടുപോകാം. ഒരിക്കലും ബിസിനസ്സിനെ പറ്റിയിട്ട് കുറേ കാര്യങ്ങൾ പറയുന്ന ലെവലിൽ ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കരുത്. എന്നാണ് ഫ്രീ ആവുന്നത്, അത് ഏത് സമയത്തായിരിക്കും, എനിക്ക് നിന്നെ കാണേണ്ടതായിട്ടുണ്ട്, ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവരുടെ മുന്നിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യസമയത്ത് പറഞ്ഞ സമയത്ത് എത്തിച്ചേരുക എന്നുള്ളതാണ്. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ആ ഒരു ബന്ധം പുതുക്കിയതിന് ശേഷം നിങ്ങളുടെ കൂടെ വന്ന വ്യക്തിയെ പരിചയപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ നമ്മുടെ ബിസിനസ്സിലേക്ക് കടക്കുക എന്നുള്ളതാണ്. നമ്മുടെ ബിസിനസ്സിൻ്റെ പ്ലാൻ സ്റ്റെപ്പ് നമ്പർ 2 സിമ്പിൾ പ്ലാൻ പ്രസൻറ്റേഷനാണ്. നിങ്ങൾ എങ്ങനെ ഈ ബിസിനസ്സിലേക്ക് വന്നു, ആര് നിങ്ങളെ പരിചയപ്പെടുത്തി, നിങ്ങൾ ഉപയോഗിച്ച പ്രൊഡക്ട്സ് നിങ്ങൾക്ക് എന്ത് മനോഭാവ വ്യത്യാസമാണ് തന്നത്, ഈ കാര്യങ്ങൾ ഷെയർ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, സിമ്പിളായിട്ട് ഇതിൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ ചെയ്തതുപോലെ അവരെ കൊണ്ട് നിങ്ങൾ ചെയ്യിക്കുക എന്നുള്ളതാണ്. അവർക്ക് ഈ പ്ലാൻ കേൾക്കുമ്പോൾ ബോധ്യപ്പെടേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് ആർക്കും ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണെന്നുള്ളത്. എൻ്റെ സുഹൃത്തിന് ഇത്ര ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ ഡബിൾ എനിക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ ആ ഒരു സംസാരത്തിൽ നിന്ന് വരണം, അവർക്ക് ഫീൽ ചെയ്യണം. കൂടെ അവരുടെ ലൈഫ് ടൈം സെറ്റിൽ ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് പ്രസൻറ്റ് ചെയ്യാനും നിങ്ങളെ കൊണ്ട് സാധിക്കണം. അപ്പോൾ ആദ്യം തന്നെ പറയാം, നീ നിൻ്റെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പ്രൊഡക്ട്സ് ഇതിൽ നിന്ന് പർച്ചേസ് ചെയ്യും. അത് ഉപയോഗിച്ചതിന് ശേഷം നിനക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ഞങ്ങൾ തരും. ഞാൻ ചെയ്തതുപോലെ നിങ്ങളുടെ ലിസ്റ്റ് അവർക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കുക. ഞാൻ 100-ലേറെ ആളുകളുടെ ലിസ്റ്റ് ബിൽഡ് ചെയ്തിട്ടുണ്ട്, ഇതുപോലെ നീ ഒരു ലിസ്റ്റ് ബിൽഡ് ചെയ്യുക, നമുക്ക് ഒരുമിച്ച് അവരെ പോയിട്ട് എന്ത് ചെയ്യാം, മീറ്റ് ചെയ്യാം. അങ്ങനെ ഈ ലിസ്റ്റിലുള്ള കുറച്ച് പേർക്ക് വേണ്ടിയിട്ട് നീ ആദ്യം പ്രൊഡക്ട്സുകൾ എന്ത് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. അതിലൂടെ അവരെ കൊണ്ട് എന്ത് ചെയ്യുക, ഒരു 5 കിറ്റ് പർച്ചേസിങ് നടത്തുക. അതിൽ അവർക്ക് കിട്ടുന്ന 1120 രൂപയുടെ വരുമാന മാർഗ്ഗം നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. ശേഷം ആ 5 പേരിലേക്ക് ഈ ബിസിനസ് എത്തിച്ചു കഴിഞ്ഞാൽ അവരും ഇതുപോലെ കിറ്റ് എടുക്കുകയാണെങ്കിൽ ഇവർക്ക് കിട്ടുന്ന വരുമാനം ഏകദേശം ഗോൾഡ് വരെയടക്കം 3500 രൂപയോളം ലഭിക്കും. ഒരു ദിവസം 5 പേരിലേക്ക് എത്തിയാൽ 3500 രൂപ നമുക്ക് വരുമാനമുണ്ടെന്നുള്ള ആ വചനം നിങ്ങൾ എന്ത് ചെയ്യുക, അവർക്ക് പറഞ്ഞു കൊടുക്കുക. ശേഷം എന്ത് ചെയ്യുക, നിങ്ങളുടെ അടുത്ത പ്രോഗ്രാംസുകളിലേക്ക് എന്ത് ചെയ്യുക, അവരെ ഇൻവിറ്റേഷൻ ചെയ്യുക. ഇനി നിങ്ങൾ ഈ പറയുന്ന സമയത്ത് ഈ വ്യക്തി ചിലപ്പോൾ മനസ്സിലാവാത്തത് കൊണ്ടും അതുപോലെ തന്നെ നിങ്ങളിൽ നിന്ന് കിട്ടിയ ഈ ഒരു ബിസിനസ് അവസരം ചിലപ്പോൾ ഇതിനു മുമ്പ് മറ്റൊരു കമ്പനിയിൽ നിന്ന് അവർ കേട്ടിട്ടുണ്ടാവും, ഒരു താല്പര്യക്കുറവ് അവർ കാണിക്കുകയാണെങ്കിൽ സ്റ്റെപ്പ് നമ്പർ 3 നിങ്ങൾ കടക്കണം. ഡിസിഷൻ മേക്കിംഗ്. നമ്മൾക്ക് പലപ്പോഴും പറ്റുന്നത് വളരെ വ്യക്തമായിട്ട് കമ്പനി എന്താണെന്നും ഈ ബിസിനസ് എന്താണെന്നും നമ്മൾ പറഞ്ഞു കൊടുക്കും. പക്ഷെ തീരുമാനം അത് എടുപ്പിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല. നിങ്ങൾ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഷർട്ടാവട്ടെ, അല്ലെങ്കിൽ നിങ്ങളൊരു ലേഡി ആണെങ്കിൽ നിങ്ങൾ ഇട്ടിരിക്കുന്ന ചുരിദാറാവട്ടെ, നിങ്ങളുടെ തീരുമാനമായിരുന്നു അത്? അല്ല. നിങ്ങൾ മനസ്സിൽ ഒരു കളർ കണ്ട് ഒരു കടയിൽ കയറുന്നു, എന്നാൽ നിങ്ങൾ അവിടുന്ന് 2-3 ഡ്രസ്സുകൾ ഇട്ട് നോക്കുന്ന സമയത്ത് അവിടുത്തെ കടയിലുള്ള സ്റ്റാഫ് പറയുന്നു, മാഡം അല്ലെങ്കിൽ സർ, നിങ്ങൾക്ക് ചേരുന്ന ഇന്ന കളറാണ്, ഇതാണ് ഒന്നും കൂടി ബെറ്റർ. ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾ മുമ്പ് പ്ലാൻ ചെയ്തതെല്ലാം മാറ്റിയിട്ട് ആ വ്യക്തി പറഞ്ഞ ഡിസിഷനിലേക്ക് ആര് മാറുന്നു, നമ്മൾ മാറുന്നു. ഇതുപോലെ ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്ന് പറയുന്ന വ്യക്തി ആലോചിക്കാതെ പറയുന്ന ഡയലോഗാണ് ആലോചിച്ചിട്ട് പറയാമെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? എനിക്ക് എന്തില്ല, ഇപ്പോൾ സമയമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും മാനസികപരമായിട്ട് പിരിമുറുക്കമുള്ളവരും ഒരുപാട് കടമുള്ളവരും പറയുന്ന ഒരു ഡയലോഗ് മാത്രമാണെന്ത്, സമയമില്ല എന്നുള്ളത്.
അതുപോലെ തന്നെ പൊട്ടാൻ പോകുന്ന ബിസിനസ്സുകാരും അടിക്കുന്ന ഡയലോഗിൽ ഒന്ന് മാത്രമാണെന്ത്? സമയമില്ല എന്നുള്ളത്. ഇന്ന് ഇതിനു വേണ്ടിയിട്ട് മാത്രം സമയം കണ്ടെത്തുന്ന എത്രയോ പേരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ തീരുമാനം ആരുടേതായിരിക്കണം? നമ്മുടേതായിരിക്കണം. നമ്മുടെ മുന്നിലുള്ള കസ്റ്റമർ അല്ലെങ്കിൽ ആ വ്യക്തി അല്ലെങ്കിൽ ആ ഡിസ്ട്രിബ്യൂട്ടർ എങ്ങനെ മുന്നോട്ടേക്ക് പോകണം എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് നമ്മളായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ സ്റ്റെപ്പിൽ നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം അവരെ കൊണ്ട് എടുപ്പിച്ചു. അത് ഒരു പക്ഷേ ഹോം ഷോപ്പിൽ ആവാം, അല്ലെങ്കിൽ കേവലം ഒരു കിറ്റാവാം. അവിടെ വെച്ച് തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ തുറന്നുകൊണ്ട് അവർക്കൊരു ID നിങ്ങൾ എന്ത് ചെയ്യണം? ഓപ്പൺ ചെയ്ത് കൊടുക്കണം. പലരും ID ക്രിയേഷൻ അറിയാത്തവരാണ്. അവരുടെ മുന്നിൽ നിന്നിട്ട് ലീഡേഴ്സിനെ വിളിച്ചുകൊണ്ട് എനിക്ക് ഒരാളെ കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കൂടെ ഒരാൾ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഒരാളെ, ചിലർ പറയുന്ന ഒരു ഡയലോഗാണ്, ഞാൻ ഒരാൾ ചാക്കിലാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ മുമ്പെടുത്ത ആ ഒരു ഡിസിഷൻ്റെ വാല്യൂ അവിടെ ഇല്ലാതാവുകയാണ്. ആ വ്യക്തി ഈ ബിസിനസ്സിൽ എന്തോ പെട്ടുപോയി എന്നുള്ള ചിന്താഗതിയോടുകൂടിയായിരിക്കും പിന്നെ നിങ്ങളെ സമീപിക്കുക. ചിലപ്പോൾ കുറച്ച് പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കും, അതിനുശേഷം എന്ത് ചെയ്യത്തില്ല, നിങ്ങൾക്ക് ഈ ഒരു നോളജ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങളെ കൂടെ അസോസിയേറ്റ് ചെയ്യാനും അവൻ്റെ ട്രസ്റ്റ് അവിടെ വെച്ച് നഷ്ടപ്പെടും. അപ്പോൾ അവരുടെ മുന്നിൽ, ആ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ മുന്നിൽ ബേസിക് ആയിട്ടുള്ള ID ക്രിയേഷൻ നിങ്ങൾ പഠിച്ചിട്ട് ചെന്ന് നിങ്ങൾ മറ്റൊരാളോട് ഈ ബിസിനസ് അവസരം പരിചയപ്പെടുത്തി കൊടുക്കാൻ പാടുള്ളൂ. ഇനി ഇൻ കേസ് നിങ്ങൾ ഒരു ബിഗിനർ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോൺ ഉപയോഗിക്കാൻ കൂടുതലായിട്ട് അറിയാത്തൊരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ വീട്ടിലെത്തിയിട്ട് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ ഒരു വ്യക്തി വിളിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ കൺവിൻസ് ചെയ്യുക. പക്ഷെ അത് കൂടുതൽ പേരിലേക്ക് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാതെ പെട്ടെന്ന് അത് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുക. 5ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് 90% ആളുകളും പരാജയപ്പെടുന്നത് ഈ 5ാമത്തെ സ്റ്റെപ്പ് ചെയ്യാത്തത് കൊണ്ടാണ്. അത് 5ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രെയിനിങ് ആണ്. ട്രെയിനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബിസിനസ്സിൻ്റെ രക്തം, ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ രക്തമില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നതുപോലെ ഈ ബിസിനസ്സിൻ്റെ രക്തം എന്ന് പറയുന്നത് ട്രെയിനിങ് ആണ്. ഓരോ ട്രെയിനിങ്ങും നമ്മളെ ഓരോ ലെവലിലേക്ക് നമ്മളെ എത്തിക്കുന്നുള്ളതാണ്. നമ്മളെ മാത്രമല്ല, നമ്മുടെ കൂടെ വരുന്ന ലീഡേഴ്സിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കൂടെ വരുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ മൈൻഡിൽ ഒരു ചേഞ്ചസ് കൊണ്ടുവരുന്നത് ഓരോ ട്രെയിനിങ്ങുമാണ്. ഇത് ഞാൻ പറയാൻ കാരണം, ട്രെയിനിങ് ഇല്ലാതെ ഇന്നൊരു കമ്പനിയും ഇതുവരെ വളർന്നിട്ടില്ല. എല്ലാത്തിലും ട്രെയിനിങ് ഉണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു ജോലി ചെയ്യുന്ന ടീച്ചർ ആവട്ടെ, അല്ലെങ്കിൽ ഒരു നേഴ്സ് ആവട്ടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാവട്ടെ, അവരെ ആദ്യം വിളിക്കുന്നത് ഡോക്ടർ എന്നല്ല, ട്രെയിനി എന്നായിരിക്കും. അപ്പോൾ ഇവിടെ ട്രെയിനിങ് എന്താണ്? മസ്റ്റാണ്. ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാതെ മുന്നോട്ടേക്ക് ഈ ബിസിനസ്സിൽ നിന്ന് വലിയ വരുമാനം ആരും എന്ത് ചെയ്യരുത്, പ്രതീക്ഷിക്കരുത്. അപ്പോൾ ആ മാസത്തിൽ നിങ്ങൾ എത്ര തിരക്കുള്ള വ്യക്തിയാണെങ്കിൽ കൂടി, പാർട്ട് ടൈമായിട്ട് ജോബ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ കൂടി, മാസത്തിൽ 1-2 ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുക. അത് നിങ്ങളുടേത് മാത്രമല്ല, നമ്മുടെ ടീമിൽ വന്നിട്ടുള്ള എല്ലാവരെയും ഈ ബിസിനസ്സിൻ്റെ വലിപ്പം എന്താണ്, ഈ ഇൻഡസ്ട്രിയുടെ വലിപ്പം എന്താണെന്ന് ബോധ്യപ്പെടുത്താൻ സഹായിക്കുന്ന ഒന്നാണ് ഇത് ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 5 സ്റ്റെപ്പ് ഒന്നും കൂടി പറയാം. ആദ്യമായി ലിസ്റ്റ് ബിൽഡ് ചെയ്യുക. 2 ലിസ്റ്റ് ബിൽഡ് ചെയ്ത വ്യക്തിയിൽ നിന്ന് അപ്പോയിൻമെൻ്റ് എടുത്തുകൊണ്ട് സിമ്പിളായിട്ട് ബിസിനസ് പ്ലാൻ എന്ത് ചെയ്യുക, പറഞ്ഞു കൊടുക്കുക. ശേഷം എന്ത് ചെയ്യാം, അദ്ദേഹത്തിന് ഒരു ഡിസിഷൻ എന്ത് ചെയ്യുക, നിങ്ങൾ എടുപ്പിക്കുക. പിന്നെ എന്ത് ചെയ്യണം, അവരുടെ മുന്നിൽ വെച്ച് തന്നെ കമ്പനിയുടെ ആപ്ലിക്കേഷൻ തുറന്ന് അവർക്ക് ID കൊടുക്കുക. ശേഷം അടുത്ത ട്രെയിനിങ് ഏതാണോ അതിലേക്ക് അവരെ എത്തിക്കുക. ഈ 5 സ്റ്റെപ്സ് തുടർച്ചയായിട്ട് ചെയ്യുന്ന ഒരു ബിഗിനറാണ് നിങ്ങളെങ്കിൽ, ഇന്ന് കമ്പനി പറയുന്ന എല്ലാ വരുമാനവും അതിവേഗം വാങ്ങിക്കുന്ന വ്യക്തിയായിട്ട് മാറാൻ നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യും, സാധിക്കും. അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബെസ്റ്റ് ഓഫ് ലക്ക്.